കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഭൂസംരക്ഷണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി. ഭൂമി പൊതുസ്വത്തായി പ്രഖ്യാപിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജാഥ നടത്തുന്നത്. പള്ളിപ്രം ബാലൻ MLA സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KC ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. VT കാർത്തികേയനി, ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, VV ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ നീലേശ്വരം, ചെറുവത്തൂർ, തൃക്കരിപ്പൂർ എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ജാഥയോടൊപ്പമുള്ള ഗായക സംഘം പരിസ്ഥിതി ഗീതങ്ങൾ ആലപിച്ചു. കുന്നിടിക്കലും വയൽ നികത്തലും കർശനമായി തടയണമെന്ന് ജാഥ ആവശ്യപ്പെട്ടു. ഏപ്രിൽ 29-ന് ഭൂസംരക്ഷണ ജാഥ തൃശൂരിൽ സമാപിക്കും. നമുക്ക് ആസ്പത്രികൾ കെട്ടിടം വേണം, നമുക്ക് സ്കൂൾ കെട്ടിടങ്ങൾ ആവശ്യമാണ്, വീട് വെക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. ഇതെല്ലാം കേരളീയർക്ക് വേണ്ടതാണ്. പക്ഷേ കേരളത്തിന്റെ ഭൂമി എന്ന് പറയുന്നത് വളരെ മുമ്പ് തന്നെ തിട്ടപ്പെടുത്തിയിട്ടുള്ള 38,000 ചില്ലാനം സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ്. ആ 38,000 ചില്ലാനം സ്ക്വയർ കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ഭൂമിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് കുറയുക എന്നുള്ളതല്ലാതെ കൂടുന്നില്ല. അതേ അവസരത്തിൽ കേരളത്തിലെ വാഹനത്തിന്റെ എണ്ണം പെരുകുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഉണ്ടാകുന്ന ആവശ്യങ്ങൾ കെട്ടിടങ്ങളുടെ എണ്ണം പെരുകുകയാണ് ചെയ്യുന്നത്. പുതിയ രീതിയിലുണ്ടാകുന്ന വില്ലകളും ഫ്ളാറ്റുകളും അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഭൂമിയുടെ അളവ് മാത്രം അതേ രൂപത്തിൽ നിൽക്കും. അതുകൊണ്ട് ഭൂമിക്ക് മുകളിലുണ്ടാകുന്ന സമ്മർദ്ദം വളരെയേറെ യാന്ത്രികമായ രൂപത്തിൽ ശക്തിപ്പെട്ടു.